ധനുഷും മഹാരാജ സംവിധായകൻ നിതിലും ഒന്നിക്കുന്ന ഒരു സിനിമ വരുന്നു. സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടക്കുന്നുവെന്നും കൂടാതെ തന്നെ സ്ക്രിപ്റ്റ് എല്ലാം ധനുഷിനോട് നിതിലൻ പറഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ ധനുഷിന്റെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം തീർത്തതിനു ശേഷം ഈ സിനിമ തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ദിലീപ് നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ദിലീപിന്റെ 150ാമത് ചിത്രം. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ നിലമ്പൂരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ സിനിമയുടെ ഒരു ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ ഉടൻ തന്നെ വന്നേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ റിലീസെല്ലാം ടീം പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം ഡിസംബർ റിലീസായിട്ടും കൂടിയാണ്. ഷാരിസ് മുഹമ്മദാണ് ഈ സിനിമയ്ക്ക് കഥയെല്ലാം ഒരുങ്ങുന്നത്. ഈ സിനിമ ദിലീപിന്റെ പതിവ് പോലെ തന്നെ ഒരു ഫാമിലി കോമഡി സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഹനീഫ് അദാനി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ റിലീസ് ഇപ്പോൾ ടീം പ്ലാൻ ചെയ്യുന്നത് ഡിസംബർ റിലീസായിട്ടും കൂടിയാണ്. നിലവിൽ ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 30 കോടിക്ക് മുകളിൽ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പൃഥ്വിരാജിനെ നായകനാക്കി ഡയറക്ടർ വിഷ്ണുമോഹൻ സംവിധാനം ചെയ്യുന്ന സിനിമ വരുന്നു. ഈ സിനിമ ഒരു വലിയൊരു സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻസ് എല്ലാം അധികവും കേരളത്തിന് പുറത്തും കൂടിയാണ്. സിനിമ നിർമ്മിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ഹൗസും കൂടിയായിരിക്കും. മമ്മൂട്ടി നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ ജിതിൻ കെ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ സെപ്റ്റംബർ മാസം തുടങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. നെസ്ലൻ ചിത്രമായ പ്രേമലു 2 സിനിമയുടെ ഷൂട്ട് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ അടുത്ത വർഷം ജനുവരിയിൽ UK ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. നെസ്ലിനെയും അമിതാഭ് ബൈജുവിനും കൂടാതെ തന്നെ സിനിമയിൽ അനശ്വര രാജനും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയുടെ റിലീസ് ഒരു പക്ഷേ അടുത്ത വർഷം ഓണം റിലീസായിട്ടായിരിക്കും ഈ സിനിമ പ്ലാൻ ചെയ്യുക. രജനി ലോകേഷ് കൂട്ടുകെട്ടിൽ വരുന്ന അടുത്ത സിനിമയാണല്ലോ കൂലി. സിനിമയിൽ ഇപ്പോൾ ഒരു ക്യാമിയോ റോളിൽ ബോളിവുഡിൽ നിന്നും അമീർ ഖാൻ എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അമീർ ഖാനെ കൂടാതെ തന്നെ സിനിമയിൽ ഇപ്പോഴത്തെ നാഗാർജുന സോബിൻ ഷായർ ഉണ്ടായേക്കുമെന്ന് ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിൽ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ വിസാഖിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സേതുപതി നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ. ഈ സിനിമയിൽ ഇപ്പോഴത്തെ വില്ലൻ വേഷത്തിൽ മിഷ്കിൻ എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയിൽ മിഷ്കിന്റെ സാലറി 10 കോടിയോളമായിരിക്കും. സൂര്യ ചിത്രമായ സൂര്യ 44 എന്ന സിനിമയിൽ ഇപ്പോഴത്തെ ശ്രിയ ശരന്റെ ഒരു ഐറ്റം ഡാൻസ് ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ ഐറ്റം ഡാൻസിന്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞ ഷെഡ്യൂളായ ഊട്ടിയിൽ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ശിവരാജ് കുമാറിന്റെ വമ്പൻ ഹൈപ്പിൽ വരാൻ പോകുന്ന സിനിമയാണല്ലോ ഭാരതി രംഗൽ എന്ന ചിത്രം. ഈ സിനിമ മുഫ്തി സിനിമയുടെ പ്രീക്വൽ ആയിട്ടാണ് വരുന്നത്. സിനിമയുടെ റിലീസ് ഇപ്പോൾ നവംബർ മാസം ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രഭാസ് നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ രാജാ സാബ് എന്ന ചിത്രം. സിനിമയുടെ ഒരു ടീസർ അപ്ഡേറ്റ് ഇപ്പോൾ ഉടൻ തന്നെ വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഈ സിനിമയിൽ ഇനി പ്രഭാസിന് ജോയിൻ ചെയ്യുക അടുത്ത മാസം സെപ്റ്റംബറിലും കൂടിയായിരിക്കും.